ഹായ് വെൽക്കം ബാക്ക് ടു കുറുമ്പി സിസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫലൂഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ജെലാറ്റിൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോസിൻ്റെ ജെലാറ്റിനാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിനൊരു 500 ml ബോയിലിംഗ് വാട്ടറിലേക്ക് ജെലാറ്റിൻ്റെ അതേ ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ജെലാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ബോയിലിംഗ് വാട്ടറിലേക്ക് ഇട്ട് നല്ലപോലെ അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ജെലാറ്റിൻ നല്ലപോലെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെലാറ്റിന് ഒന്ന് തണുത്ത് അതിന് ശേഷം നമുക്ക് നല്ലപോലെ മെൽറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഷേപ്പുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2-3 മണിക്കൂർ, അല്ലെങ്കിൽ നൈറ്റ് വെക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് ഉറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ജെലാറ്റിൻ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കട്ടിയാവുന്ന ഒരു ഇതാണ് ജെലാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൽ ചോറ് കൊണ്ടുവന്ന പാത്രത്തിനകത്താണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞാൽ ജെലാറ്റിൻ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരെണ്ണം ആ ജെലാറ്റിൻ അതേപടി ചെയ്തു. മറ്റേതിനകത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ബീട്രൂട്ട് സിറപ്പ് ഉണ്ടാക്കുന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബീട്രൂട്ട് സിറപ്പ് ഒഴിച്ച് നമ്മൾ അടുത്ത ജെലാറ്റിന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് മധുരവും ഒക്കെ കിട്ടും. നല്ല കളർഫുള്ളായിരിക്കും ആ ജെലാറ്റിൻ കാണാനും. അപ്പോൾ ഈ ജെലാറ്റിൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് രീതിയിൽ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ അത് കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ നൈറ്റ് വെക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് അത് ഉറഞ്ഞ് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം നമുക്ക് ഇതിന് ചൗവരി ആവശ്യമാണ് കേട്ടോ. ചൗവരി നല്ലപോലെ പാലിനകത്ത് വേവിച്ചെടുക്കണം. അത് നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ജെലാറ്റിനാണെങ്കിൽ നല്ലവണ്ണം ഞാൻ നൈറ്റ് വെച്ചിരുന്നതാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ലവണ്ണം ഉറഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെയും അതേ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നല്ലപോലെ അത് നല്ല സ്മൂത്തുമാണ്, പക്ഷേ അത് കട്ടിയായിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നല്ല ഭംഗിയും നല്ല രസവും ഉണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് പ്ലേറ്റിലേക്ക് ആ സ്ക്വയർ ഷേപ്പിലുള്ള ആ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള പിന്നെ നമ്മുടെ ജെലാറ്റിൻ ഇങ്ങോട്ട് വീഴുന്നതാണ്. എന്ത് ഭംഗിയാണല്ലേ, നല്ല സ്മൂത്തി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ മറ്റേ നമ്മുടെ ആദ്യം ആ കളറില്ലാത്ത ജെലാറ്റിൻ തന്നെ നമ്മളെടുത്ത് അതും നമ്മൾ കട്ട് ചെയ്തിടുകയാണ്. ഇതാണ് ജെലാറ്റിൻ ചെയ്യുന്ന വിധം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തും നമുക്ക് ചെയ്യാം. മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെ നമ്മൾ കസ്റ്റാർഡിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ജെല്ലി മുട്ടായികളിലും ഒക്കെ നമ്മൾ ഈ ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഫലൂഡയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കഷ്കഷ് ഉണ്ടല്ലോ. കഷ്കഷ് നമുക്ക് വെള്ളത്തിനകത്ത് നമ്മൾ നാരങ്ങ സോഡയ്ക്കൊക്കെ എടുക്കത്തില്ലേ, അത് കുതിർത്ത് വെക്കുക. അതുപോലെ നമ്മുടെ ചൗവരി പാലിനകത്ത് ഞാൻ വേവിച്ച് വെച്ചാണ്. അപ്പോൾ അത് വേവിച്ചിട്ട് ഞാൻ അരിച്ചെടുത്തു. കാരണം പാലിൻ്റെ പാടയൊക്കെ കാണുമല്ലോ, പാലും നല്ലപോലെ ഞാൻ അരിച്ചെടുത്തതാണ്. പാട വന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ നല്ല സുഖം കാണത്തില്ല. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് സിറപ്പാണ് ഇതിനകത്ത് താരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവരും കാണുക, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്.
അപ്പോൾ നമുക്ക് അങ്ങനെ ബീറ്റ്റൂട്ട് സിറപ്പ് വേണം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിനകത്തേക്ക് നമ്മുടെ ജലാറ്റിൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് പഞ്ചസാര ഇട്ട് വേവിച്ചതാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കശകശ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാലിനകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ മധുരം വേണം. എന്നിട്ട് നമ്മുടെ പാല്, ആ ചൗവരി വേവിച്ച പാലുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കട്ടി കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇട്ടും നമുക്ക് എടുക്കാം കേട്ടോ, കൂടുതൽ മധുരം വേണമെന്നവർക്കും ടേസ്റ്റ് വേണമെന്നവർക്കും. അപ്പോൾ അതുകൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എല്ലാം കൂടെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബീട്രൂട്ട് സിറപ്പ് ഒഴിച്ചും കുടിക്കാം. അപ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളാവും. ഇതിൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ 1-2 സ്കൂപ്പ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് ഉപയോഗിക്കാം. അതിലൊന്നും ഐസ്ക്രീം ഇല്ലായിരുന്നു. അപ്പം ഐസ്ക്രീം അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് നമുക്ക് 1-2 സ്കൂപ്പ് ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് സിറപ്പ് കൂടെ ഒക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂഡ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, സി യു.